നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ ഈദ് കാഴ്ചകളിലേക്കാണ് അറബി ദിസ് വീക്ക് ഇത്തവണ കടക്കുന്നത്. യുഎയിലെ വിവിധയിടങ്ങളിൽ നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പ്രവാസി മലയാളികളും പരസ്പരം ഒത്തുചേരലിൻ്റെ വലിയ ആഘോഷമാക്കി മാറ്റി ഇത്തവണത്തെ ഈദ്. ആ കാഴ്ചകളിലേക്ക് റമദാൻ 30 പൂർത്തിയാക്കിയാണ് യുഎയിൽ പെരുന്നാൾ ആഘോഷിച്ചത്. വിവിധ എമിറേറ്റുകളിലെ പള്ളികളിലെ ഈദ് നമസ്കാരങ്ങളിൽ യുഎഇ ഭരണാധികാരികൾ ഉൾപ്പെടെ പങ്കെടുത്തു. യുഎയിലെയും ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കും ഭരണാധികാരികൾ പെരുന്നാൾ ആശംസകൾ നൽകി. യുഎയിലെ ഈദ്ഗാഹുകളിൽ പ്രാദേശിക സമയം 6:15 പെരുന്നാൾ നമസ്കാരം ആരംഭിച്ചു. യുഎയിൽ മലയാളികൾക്കായി 3 ഇടങ്ങളിൽ മലയാളത്തിൽ ഖുതുബയുള്ള ഈദ്ഗാഹുകൾ ഒരുക്കിയിരുന്നു. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപമുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലെ ഈദ്ഗാഹിന് ഇമാം ഹുസൈൻ സലഫി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. നോമ്പിലൂടെ നേടിയെടുത്ത ജീവിത വിശുദ്ധി തുടർന്നുള്ള ജീവിതത്തിലും കൂടെ നിർത്തണമെന്ന് ഇമാം ഹുസൈൻ സലഫി പറഞ്ഞു. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ മതേതരത്വത്തിന് ശക്തി പകരാൻ ഓരോരുത്തരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു മാസക്കാലം നീണ്ടുനിന്ന ഏറ്റവും കഠിനമായ പ്രയത്നത്തിലൂടെ നേടിയെടുത്തിട്ടുള്ള ഒരു ജീവിത വിശുദ്ധിയുണ്ട്. ആ ജീവിത വിശുദ്ധി മാനവികതയിൽ അധിഷ്ഠിതമായ ജീവിത വിശുദ്ധിയാണ്. സമഭാവനയോടെ എല്ലാവരോടും കാരുണ്യമുള്ള ഒരു മനസ്ഥിതിയോടുകൂടെ ജീവിക്കുവാനും പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിൻ്റെ മുമ്പിൽ സർവാത്മന സമർപ്പിക്കുവാനുമുള്ള ബോധമാണ് ഒരു മാസക്കാലം നേടിയെടുത്തത്. അത് തുടർന്നുള്ള ജീവിതത്തിലും ഉണ്ടാവണമെന്നാണ് ആദ്യമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഒരു വലിയ തെരഞ്ഞെടുപ്പിനെയാണ് നാം നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന സർവ്വ മനുഷ്യരും നിരാശയില്ലാതെ ഉണർന്ന് സടകുടഞ്ഞെഴുന്നേൽക്കേണ്ടുന്ന ഒരു സന്ദർഭമായി നമ്മൾ ഇതിനെ കാണണം. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വാശിയും വേറുമൊക്കെ എവിടെയൊക്കെ പ്രകടമായാലും നമുക്ക് നമ്മുടെ മനസ്സിലൊരാഗ്രഹമുണ്ട്. ഇന്ത്യയുടെ പാരമ്പര്യം, ഇന്ത്യയുടെ മതേതരത്വം അത് നിലനിന്ന് കാണണം. അതിനെ അനുകൂലിക്കുന്ന ആരൊക്കെയുണ്ടോ ആ മതേതരത്വത്തിൻ്റെ ശക്തി പകരുന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുവാൻ പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെരുന്നാൾ നമസ്കാര ശേഷം ആശംസകൾ കൈമാറിയും സമ്മാനങ്ങൾ നൽകിയുമാണ് സ്വദേശികളും വിദേശികളും നമസ്കാര സ്ഥലങ്ങളിൽ നിന്ന് മടങ്ങിയത്. ദുബൈയിൽ വിവിധ സർക്കാർ സംവിധാനങ്ങളുടെ തന്നെ നേതൃത്വത്തിൽ മധുര വിതരണം നടന്നു. കുട്ടികൾക്ക് പെരുന്നാൾ സമ്മാനമായി ഈദിയയും പല പള്ളികളിലും വിതരണം ചെയ്തു. ദുബായിൽ മലയാളികൾക്കായി ലഭിച്ച 2ാമത്തെ ഈദ്ഗാഹ് നടന്ന കിസൈസിലെ ടാർഗറ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ പണ്ഡിതനും കിസൈസ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രസിഡന്റും ഷാർജ അൽ ഗുവൈർ മസ്ജിദ് ഖത്തീബുമായ മൗലവി ഹുസൈൻ കക്കാട് നമസ്കാരത്തിന് നേതൃത്വം നൽകി. 30 ദിനരാത്രങ്ങളിലൂടെ നേടിയെടുത്ത സൂക്ഷ്മതയും നിയന്ത്രണവും നന്മയുടെ ശീലങ്ങളും ജീവിതത്തിൽ എന്നും നിലനിർത്താൻ കഴിയണമെന്നും ഉദയാസ്തമയങ്ങൾ ശ്രദ്ധിക്കുകയും ഘടികാര സൂചികയുടെ ചലനം പോലും നിരീക്ഷിക്കുകയും ചെയ്ത വിശ്വാസിക്ക് സമയത്തിന്റെയും ആയുസിന്റെയും മൂല്യം നഷ്ടപ്പെട്ടു പോകരുതെന്നും അദ്ദേഹം പ്രഭാഷണത്തിൽ ഉണർത്തി. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അബുദാബിയിലെ ഷെയ്ഖ് സായിദ് മോസ്കിലെ പെരുന്നാൾ നമസ്കാരത്തിലാണ് പങ്കെടുത്തത്. തുടർന്ന് ജനങ്ങൾക്ക് പെരുന്നാൾ ആശംസകൾ കൈമാറിയ അദ്ദേഹം രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ ഖബറിടവും സന്ദർശിച്ചു. യുഎഇ വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാനും മറ്റു പ്രമുഖരും ഇവിടെ നമസ്കാരത്തിനെത്തിയിരുന്നു. യുഎയിലെ വിവിധ എമിറേറ്റുകളിലെ ഭരണാധികാരികൾക്കും കിരീടാവകാശികൾക്കും ഉപഭരണാധികാരികൾക്കും അബുദാബി മുഷിഫ് പാലസിൽ പ്രസിഡന്റിന്റെ സ്വീകരണവും ഈദിനോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. പ്രവാസി മലയാളികളും ഒറ്റക്കെട്ടായി പെരുന്നാൾ ആഘോഷിച്ചു. സുഹൃത്തുക്കളുടെ വീടുകളിൽ ഒരുമിച്ചെത്തിയാണ് പലരും പെരുന്നാൾ ആഘോഷങ്ങളിൽ പങ്കാളികളായത്. എല്ലാ കൊല്ലവും ഞങ്ങൾ പെരുന്നാളും വിഷു ഓണം എല്ലാം ഒരുമിച്ച് ആഘോഷിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ രാവിലെ തന്നെ പള്ളിയിൽ പോയി വന്നിട്ട് ഇപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻ ഉള്ളി മുറിച്ചിടുന്നു. അവിടുന്ന് ലേഡീസൊക്കെ മൈലാഞ്ചി ഇടുന്ന തിരക്കിലാണ്. വൈകുന്നേരം ഇനി ഔട്ടിങ് ഉണ്ടാവാം. ഞങ്ങൾ നോമ്പിന് തന്നെ രാത്രികളിലെല്ലാം ഒരുമിച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ച് പുറത്തു പോകാറുണ്ട്. അപ്പോൾ ഇനി ഇത് കൂടെയാണ്ട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ചോദിച്ചാൽ മതി. ഞങ്ങൾ ഈ ദുബായിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പോകാൻ. അപ്പോൾ ഞങ്ങൾ ഒന്ന് ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്യാനാണ് വിചാരിക്കുന്നത്. നാട്ടിൽ പോകാൻ പറ്റാത്തൊരു വിഷമമുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവരും കൂടി ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ അങ്ങനെ ഒരു മിസ്സിങ്
അത്ര അനുഭവിക്കലില്ല. കാരണം ഞങ്ങളെല്ലാവരും ഇപ്പോൾ പെരുന്നാളിൻ്റെ ഈ ഒരു സമയത്താകുമ്പോൾ എല്ലാവരും നോമ്പെടുക്കലും വൈകിട്ട് നോമ്പ് പോയി ഇവിടെ പാർക്കുണ്ട്, അപ്പം പാർക്കിൽ പോയി നോമ്പ് മുറിച്ച് നല്ലൊരു ആഘോഷമായിട്ട് ഇരിക്കുന്നതിനെ കൊണ്ട് ആ ഒരു മിസ്സിങ് ഞങ്ങൾക്ക് കിട്ടലില്ല. മൈലാഞ്ചി ഇടൽ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ എല്ലാവർക്കും എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ ഇവിടെയും കുറേ ഫ്രണ്ട്സ് കിട്ടിയോണ്ട് അവർക്കും ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ബൈക്ക് റേസിംഗിൽ അത്ഭുതം തീർക്കുന്ന ഒരു മലയാളിയെ പരിചയപ്പെടാം ഇനി. പങ്കെടുത്ത റേസിംഗ് മത്സരങ്ങളിലെല്ലാം വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ച മലപ്പുറം മാറഞ്ചേരി സ്വദേശി ശരത് മോഹൻ. അടുത്ത വർഷം സൗദിയിൽ നടക്കുന്ന ഡക്കാർ റേസിൽ പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ മലയാളി. കുഞ്ഞുനാൾ മുതൽ ശരത് മോഹന്റെ മനസ്സിൽ കയറിക്കൂടിയതാണ് ബൈക്കിന്റെ ഈ ഇരമ്പൽ ശബ്ദം. വലുതാകുമ്പോൾ ആരാകണമെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രം: ലോകമറിയുന്ന ഒരു ബൈക്ക് റേസർ ആകണം. മലപ്പുറം സ്വദേശി ശരത് മോഹന്റെ ജീവിതം ഒരു സിനിമാ കഥയോളം ഉദ്വേഗങ്ങൾ നിറഞ്ഞതാണ്. 12-ാം വയസ്സിൽ അച്ഛനോടൊപ്പം നടത്തിയ ബൈക്ക് യാത്രകളാണ് ബൈക്കിനോടുള്ള സ്നേഹത്തിന് കാരണമായത്. പിന്നീട് വീട്ടുവളപ്പിൽ തന്നെ ബൈക്കിൽ പരീക്ഷണം ആരംഭിച്ചു. എൻ്റെ പപ്പ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ബൈക്കിൻ്റെ മുകളിൽ കയറ്റിയിരുത്തിയിട്ട് എനിക്ക് ആക്സിലറേറ്റർ പിന്നെ പിടിക്കാൻ തരാറുണ്ട്. അപ്പോൾ മുതൽ എനിക്ക് ആ വണ്ടിയുടെ റവ്വിങ് ഫീലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് മുതലാണ് എനിക്ക് ബൈക്കിനോടുള്ള ടേസ്റ്റ് തുടങ്ങിയത്. പിന്നെ അത് ഗ്രാജുവലി ഞാൻ ലോക്കൽ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി, പിന്നെ വിൻ ചെയ്യാൻ തുടങ്ങി, പിന്നെ നാഷണൽ കോമ്പറ്റീഷനിൽ എത്തി. ഗ്രാജുവലി പ്രോഗ്രസ്ഡ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ എന്താ പറയുക, നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര നല്ലതായിട്ട് തോന്നുന്നു. ആദ്യമൊക്കെ വീട്ടുകാർക്കും വലിയ ആശങ്കയായിരുന്നു, അപകടങ്ങൾ പറ്റുമെന്ന ഭയമായിരുന്നു. പക്ഷേ ശരത്തിന്റെ സ്വപ്നങ്ങളെ മനസ്സിലാക്കിയപ്പോൾ, ശരത്തിന്റെ ഇഷ്ടമറിഞ്ഞപ്പോൾ, പിന്നീട് ചുറ്റുമുള്ളവർ പിന്തുണയുമായി എത്താൻ തുടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. അവർ ഭയങ്കര സ്കേഡാണ്. കാരണം അവർക്ക് ആർക്കും അവർ വിചാരിക്കുന്നത് ഇത് ഭയങ്കര ഡേഞ്ചറസ്. ഓഫ്കോഴ്സ് ഇത് ഡേഞ്ചറസ് ആണ്, പക്ഷെ അവർ ഞാൻ ഇങ്ങനെ റേസിങ്ങിലേക്ക് പോകുന്നൊന്നും അന്ന് അവർക്ക് അത്രയ്ക്ക് അറിയുണ്ടായിരുന്നില്ല. ഓഫ്കോഴ്സ് അന്ന് തന്നെ ബൈക്ക് ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് പേടിയുള്ള സംഭവം. വീണ് കഴിഞ്ഞാൽ ഹേർട്ടാവും എന്നുള്ളൊരു പേടിയൊക്കെ കാരണം കുറേയൊക്കെ അവർ റെസ്ട്രിക്റ്റ് ചെയ്തു. അവർക്ക് ഇതിനെപ്പറ്റി അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ലോക്കൽ കോമ്പറ്റീഷൻസിലും അതേപോലെ തന്നെ നാഷണൽ കോമ്പറ്റീഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവർക്ക് മനസ്സിലായോ ഇതിന് കുറച്ച് ഫ്യൂച്ചറുണ്ട്, ഇവൻ പോകുന്ന റൂട്ട് കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോൾ അവർ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. റേസിംഗ് പരിശീലിക്കാനുള്ള സ്ഥലമായിരുന്നു ആദ്യം നേരിട്ട വെല്ലുവിളി. ശരത്തിന്റെ നാട്ടിൽ കൃത്യമായ റേസിംഗ് ട്രാക്ക് അടക്കം ഇല്ലാത്തതിന്റെ വിഷമം വലിയ തോതിൽ ശരത്തിനെ അലട്ടിയിരുന്നു. പക്ഷേ ആ കാരണത്താൽ തന്റെ ഉള്ളിലെ സ്വപ്നം വിട്ടുകളയാൻ ശരത്ത് തയ്യാറായിരുന്നില്ല. തന്റെ വീടിന് ചുറ്റുമുള്ള 1.5 ഏക്കർ സ്ഥലം റേസിംഗ് ട്രാക്കാക്കി മാറ്റി പരിശീലനം ആരംഭിച്ചു. വീട്ടിലുണ്ടാക്കിയ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 1.5 ഏക്കറിലുള്ള ട്രാക്കാണ്. കാരണം എപ്പോഴും എനിക്കിപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ട്രെയിനിങ് ചെയ്യണമെങ്കിൽ നമ്മൾ ബൈക്ക് വണ്ടിയിൽ കയറ്റണം, ഈ സ്ഥലത്തേക്ക് പോകണം. ഒന്നില്ലെങ്കിൽ മെക്കാനിക് അല്ലെങ്കിൽ ആരെല്ലാം എൻ്റെ കൂടെ വരണം. കാരണം ഏതൊരു സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറച്ച് ഡേഞ്ചറസ് ആണ്, ഒറ്റയ്ക്ക് പോയിട്ട് ട്രെയിൻ ചെയ്യണം. വീടിന് തൊട്ടടുത്താവുമ്പോൾ വീട്ടുകാരുടെ ഒരു കുറച്ച് അറ്റൻഷൻ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ബൈക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ ദിവസവും ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളൊരു സംഭവത്തിനെ പറ്റിയിട്ട് ആലോചിച്ചപ്പോഴാണ് ഞാൻ വീട്ടിലത്തെ ഒരു ട്രാക്ക് ഉണ്ടാക്കാമെന്ന് അന്ന് ഒരു ഐഡിയ വന്നത്. പിന്നെ അങ്ങനെ ആ ഒരു വീട്ടിലൊരു ട്രാക്ക് ഉണ്ടാക്കാൻ പറ്റി ഒരു വർഷത്തോളം എടുത്തു. സ്ലോലി ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് വരാൻ. പക്ഷേ അത് ഭയങ്കര നല്ലതാണ്. കാരണം അവിടുത്തെ ട്രെയിനിങ് എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ പുറത്തൊക്കെ വന്ന് ട്രെയിനിങ് ചെയ്യുമ്പോൾ. 2014 മുതൽ തുടങ്ങിയ സാഹസിക പരിശീലനങ്ങൾക്കിടയിൽ പല പ്രതിസന്ധികളും വന്നുവെങ്കിലും അതിനെയെല്ലാം ആത്മവിശ്വാസത്തോടെ നേരിട്ടു ശരത്ത്. 2017 മുതൽ പ്രധാന മത്സര രംഗത്തേക്കും ശരത്ത് എത്തി തുടങ്ങി. MRF നാഷണൽ സൂപ്പർ ക്രോസ് ചാമ്പ്യൻഷിപ്പിന്റെ 3 റൗണ്ടുകളിലും വിജയിച്ച് ശരത്ത് വരവറിയിച്ചു. ഫസ്റ്റ് കാലഘട്ടം ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു തുടക്കം. കാരണം ഞാനൊരു റേസിംഗ് ഫാമിലിയിലല്ല ഞാൻ ജനിച്ചു വളർന്നത്. ഞാൻ വളരെ ഒരു വില്ലേജിലാണ് ഞാൻ വന്നത്. എൻ്റെ സ്ഥലം പൊന്നാനിയാണ്.
അപ്പോൾ അവിടെ ഒന്നും റേസിംഗ് ഒന്നുമില്ല. ഞാൻ പിന്നെ ടി വിയിൽ കാണുന്ന മോട്ടോ ജി പി കാണാൻ പറ്റിയിരുന്നുള്ളൂ. പിന്നെ മോട്ടോർ റേസുകളൊന്നും എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അപ്പം മുതലേ എന്താ പറയുക, റേസിങ്ങിനോട് നല്ല താല്പര്യമുണ്ട്. പിന്നെ ഗ്രാജുവലി അത് പറഞ്ഞ പോലെ പ്രോഗ്രസ് ആയിട്ട് ഞാൻ റേസിങ് ചെയ്യാൻ തുടങ്ങി. തുടർന്ന് 2018, 2020, 2021, 22 വർഷങ്ങളിലും തന്റെ വിജയം ആവർത്തിച്ചു. ഇടയ്ക്കൊരു ആക്സിഡന്റ് സംഭവിച്ചുവെങ്കിലും പൂർവാധികം ശക്തിയോടെ ശരത് വീണ്ടും റേസിംഗിലേക്ക് തന്നെ തിരിച്ചെത്തി. മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ചാലഞ്ച് ഇതിൻ്റെ ഫൈനാൻഷ്യൽ സംഭവമാണ്. കാരണം നല്ലൊരു സ്പോൺസർ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് കുറച്ച് എക്സ്പെൻസീവ് സ്പോട്ടാണ്. പക്ഷേ അതിനർത്ഥം ഇത് ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നല്ല, ആർക്കും വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എനിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് ആർക്കും ചെയ്യാം. അപ്പോൾ ഓഫ്കോഴ്സ് ബൈക്കിൻ്റെ ഈ റാലി ബൈക്കിൻ്റെ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. ഇതിന് ഓൾമോസ്റ്റ് 33 lakhs വരുന്നുണ്ട് ഈ റാലി ബൈക്കിന്. പക്ഷേ ആകെ 80 ബൈക്കാണ് ഒരു വർഷം ഈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. എസ്പെഷ്യലി ഈ ബൈക്ക് റാലിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബൈക്കാണ്. പിന്നെ നമ്മുടെ എൻട്രി ഫീസ്, ട്രാൻസ്പോർട്ടേഷൻ, വിസ, ട്രാവൽ, പിന്നെ ഓഫ്കോഴ്സ് ട്രെയിനിങ്ങിന് ഒരുപാട് പൈസ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫൈനാൻഷ്യൽ ചാലഞ്ചസ്. പക്ഷെ നമുക്കൊരു ഗോളുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു സർട്ടൻ ഗോളുണ്ട്, എത്തിപ്പെടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊന്നും നമ്മൾ തന്നെ എഫക്റ്റ് ചെയ്യില്ല ഒരു പരിധി വരെ. പക്ഷേ അത് ഗ്രാജുവലി ഉണ്ടാവുന്നതാണ്. ഒരു ദിവസം പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് രാവിലെ എനിക്ക് നാളെ അവിടെ റേസ് ചെയ്യണം എന്ന് പറയുമ്പോൾ അങ്ങനെ പറ്റില്ല. അതിനൊരു സമയം കൊടുക്കണം. അതേപോലെ തന്നെ അതിൻ്റെ നമ്മൾ എഫേർട്ടും അതേപോലെ ട്രെയിനിങ് ഇടണം. ബാക്കിയുള്ളൊക്കെ സംഭവം ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഡക്കാർ റാലി ബൈക്ക് റേസർമാരുടെ സ്വപ്ന മത്സരവേദി. ലോകമെമ്പാടുമുള്ള ബൈക്ക് റേസർമാർ അരയും തലയും മുറുക്കിയെത്തുന്ന മത്സരക്കളരിയിലേക്ക് ഇത്തവണ ഈ മലപ്പുറംകാരനുണ്ടാകും. ലോക ബൈക്ക് റേസറാകാൻ ഇന്ത്യയിലെ MRF നാഷണൽ സൂപ്പർ ക്രോസ് ചാമ്പ്യൻഷിപ്പ് അടക്കമുള്ള മത്സരങ്ങളിലെല്ലാം വിജയിച്ചാണ് ശരത് ഡക്കാർ റാലിയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. കഠിനമായ പരിശീലനവും അർപ്പണബോധവും ഒന്നുകൊണ്ട് മാത്രമാണ് ഈ 28കാരൻ ഈ വലിയ നേട്ടത്തിനായി ഇപ്പോൾ ഒരുങ്ങുന്നത്. 12 ദിവസങ്ങളിലായി 10,000 കിലോമീറ്ററാണ് ഡക്കാർ റാലിയിൽ പങ്കെടുക്കുന്നവർ താണ്ടേണ്ട ദൂരം. അതും മരുഭൂമിയിലൂടെ. സഞ്ചരിക്കേണ്ട വഴികളുടെ മാപ്പ് മാത്രം മുന്നിലുണ്ടാകും. ദൂരവും സ്ഥലവും സ്വയം മനസ്സിലാക്കി മരുഭൂമിയിലെ പൊടിക്കാറ്റും ഗർത്തങ്ങളും കയറ്റങ്ങളും ഉൾപ്പെടെ മുന്നിലെ സകല പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഫിനിഷ് ചെയ്യണം. മരുഭൂമിയെ മനസ്സുമായി ലയിപ്പിച്ചു വേണം ബൈക്കുമായി പറക്കാൻ. കൃത്യമായ പരിശീലനവും മനക്കരുത്തുമുള്ളവർക്ക് മാത്രം സാധ്യമാകുന്ന ലോക നേട്ടത്തിനരികെയാണ് ഇന്ന് ശരത്. നല്ലൊരു സ്പോൺസർ കിട്ടുകയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ ഈ വരുന്ന ഡാക്കാറിൽ നന്നായി കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. ഓഫ്കോഴ്സ് ഞാൻ എൻ്റെ സ്കിൽസിൽ കോൺഫിഡൻ്റ് ആണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഡെസേർട്ടിൽ നല്ല സ്പീഡ് ഉണ്ട്. അത് ചിലപ്പോൾ നാച്ചുറലായിരിക്കാം. അപ്പോൾ നാച്ചുറൽ സ്പീഡ് ഉണ്ട്. അപ്പോൾ ഓഫ്കോഴ്സ് എൻ്റെ അവിടുത്തെ ട്രെയിനിങ് വരുന്ന അപ്കമിങ് റാലീസിലൊക്കെ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നു. അതേപോലെ തന്നെ എനിക്ക് ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട്, നല്ലൊരു സ്പോൺസർ കിട്ടാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്കൊരു പുതിയ ബൈക്കിലേക്ക് എത്താൻ പറ്റും. അതേപോലെ തന്നെ എൻ്റെ റേസിംഗ് കുറേയും കൂടി ഈസി ആയിരിക്കും. എനിക്ക് ട്രെയിനിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. കഠിനാധ്വാനത്തോടൊപ്പം വലിയ സാമ്പത്തികവും ആവശ്യമുള്ള മേഖലയാണിത്. നിലവിൽ പരിശീലനങ്ങൾക്കും മറ്റുമുള്ള പണം ശരത് സ്വയം കണ്ടെത്തുകയാണ്. എങ്കിലും തന്റെ കഴിവും താല്പര്യവും മനസ്സിലാക്കി സ്പോൺസർഷിപ്പ് നൽകി തന്നെ പിന്തുണയ്ക്കാൻ ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയും ശരത്തിനുണ്ട്. ആടുജീവിതം സിനിമയിൽ ഏറെ പ്രശസ്തമായ പാട്ടാണ് പെരിയോനെ എൻ റഹ്മാനെ. ഈ പാട്ട് പാടിയ മലപ്പുറം സ്വദേശി ജിതിൻ രാജ് കഴിഞ്ഞ ദിവസം ഖത്തറിലെത്തി. ജിതിൻ രാജിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. പെരിയോനെ റഹ്മാനെ പെരിയോനെ റഹീം പെരിയോനെ റഹ്മാനെ പെരിയോനെ റഹീം. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് കഴിയാൻ വിധിക്കപ്പെട്ട മനുഷ്യന്റെ വേവും വേവലാതിയുമാണ് ആടുജീവിതം അഭ്രപാളിയിൽ പകർത്തിയതെങ്കിലും ആ സിനിമയും പാട്ടുകളും പ്രവാസികൾക്ക് മറ്റു പലതുമാണ്. ഏതെങ്കിലും തരത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവന്റെ നെഞ്ചിലെ വിങ്ങലായാണ് പ്രവാസി ലോകം ആടുജീവിതത്തെ ഏറ്റെടുത്തത്. സിനിമയിലെ ഏറ്റവും വൈകാരികമായ ഘട്ടത്തിൽ ദൈവത്തിന് മുന്നിൽ കൈകളുയർത്തി മോചനത്തിനായി കരഞ്ഞു വിളിക്കുന്ന നജീബിന്റെ മനസ്സ് ഒരു ഗാനരംഗത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ആ പാട്ടും ആ പാട്ടിന് ശബ്ദം നൽകിയ ഗായകനെയും അധികമാർക്കും അറിയില്ലായിരുന്നു. മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് പഠനത്തിനായി ചെന്നൈയിലെത്തിയ ജിതിൻ രാജ് എന്ന ചെറുപ്പക്കാരൻ അതോടെ ലോകത്തെ മുഴുവൻ മലയാളികളുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറുകയായിരുന്നു. നേരത്തെ ഏതാനും മലയാള സിനിമകളിൽ പാട്ടുപാടിയിട്ടുണ്ടെങ്കിലും AR റഹ്മാൻ, ബ്ലസ്സി, പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പിറന്ന ആടുജീവിതം ജിതിൻ രാജിന്റെയും തലവര മാറ്റുന്നതായിരുന്നു.
സിനിമ പുറത്തിറങ്ങിയ ശേഷം ആദ്യമായി വിദേശത്തെത്തിയ ജിതിൻ രാജ് ഖത്തറിലെ പൗരാണിക കേന്ദ്രമായ സൂഖ് വാഖിഫിൽ ഇരുന്ന് ആ പാട്ടനുഭവം 24-നോട് പങ്കുവച്ചു. പൃഥ്വിരാജ് സാറ്, ബ്ലെസ്സി സാറ്, റഹ്മാൻ സാറ്, അതുപോലെ റഫീഖ് അഹമ്മദ് സാറിൻ്റെ വരികൾ, ഇത്രയും എന്താ പറയുക, അവരവരുടെ ക്രാഫ്റ്റിൽ ഇത്രയും ലെജൻഡറി സ്റ്റേറ്റസിലുള്ള ആൾക്കാരാണ്. സോ അവർ ഒന്നിക്കുന്ന ഒരു പ്രോജക്റ്റിൽ നമ്മളും ഒരു ഭാഗമാവുന്നു എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് എനിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പാട്ട് ഇറങ്ങി എന്താ പറയുക, നമ്മൾ എടുത്ത എഫേർട്ട്, അതിലിട്ട എഫേർട്ട് ആളുകളിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക പ്രൂഫാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ സ്നേഹം തിരിച്ച് കിട്ടുന്നത്. ട്രാക്ക് പാടാൻ ചെന്നൈയിലെ സ്റ്റുഡിയോയിലെത്തിയ ജിതിൻ രാജിന്റെ ശബ്ദം തന്നെയാണ് സിനിമയിൽ ഉപയോഗിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ആദ്യം ഒന്നും വിശ്വസിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയിലായിരുന്നുവെന്ന് ജിതിൻ രാജ് പറഞ്ഞു. നമ്മൾ ആദ്യം ഈ ട്രാക്ക് പാടി, പിന്നെ അത് ബ്ലെസ്സി സാർ കേട്ട് എന്നെ വിളിച്ചിട്ട് അതിലേക്ക് വേണ്ട ഇൻപുട്ട് ഇനിയും കുറച്ചുകൂടെ ഫീൽ ആവാമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. കാരണം അദ്ദേഹം ആദ്യം മ്യൂസിക്കലി പാട്ടെല്ലാം ഓൾറൈറ്റ് ആണ്, പക്ഷേ ഇനി അല്പം കൂടെ ഫീൽ ആവാം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് പിന്നെ കുറച്ചുകൂടി റിഫൈൻ ചെയ്തു. അതിനുശേഷം ഈ ഓഡിയോ ലോഞ്ച് അടുക്കുന്തോറുമായിരുന്നു പിന്നെ എനിക്കൊരു കൺഫർമേഷൻ കിട്ടിയത് ഇങ്ങനെ അത് വരുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച്. പിന്നീട് നമ്മളത് ബാക്കി ലാംഗ്വേജസ് റെക്കോർഡ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ്. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. അറബ് സംസ്കാരത്തിന്റെ ചുവരെഴുത്തുകൾ പതിഞ്ഞുകിടക്കുന്ന സൂഖ് വാഖിഫിലെ കാഴ്ചകൾ ആസ്വദിച്ച് നടക്കുമ്പോൾ ഒരു ഗോത്ര സംസ്കൃതിയുടെ ശേഷിപ്പുകൾ സംഗീതമായി മനസ്സിൽ നിറയുകയായിരുന്നു. ഭൂമിയിൽ എവിടെയും ഒറ്റപ്പെടുന്നവന്റെ വേദനകൾക്ക് ഒരേ നിറവും താളവുമാണെന്ന് ജിതിൻ രാജ് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ആടുജീവിതത്തിലെ ഏകാകിയുടെ വേദന പ്രവാസികൾക്ക് എളുപ്പം നെഞ്ചേറ്റാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളുടെ ലൈഫിലൊരു സിറ്റുവേഷനിൽ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. ദൈവത്തിനെ ഡെഫിനറ്റ്ലി നമ്മൾ ദൈവത്തിനെ വിളിക്കും. നമ്മളുടെ എന്താ പറയുക, കഴിഞ്ഞുപോയ കാലം, നമ്മളൊരു സ്ഥലത്ത് ഒറ്റപ്പെടുമ്പോൾ നമ്മളെ പ്രിയപ്പെട്ടവർ നമ്മുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള തോന്നൽ, എല്ലാം കൊണ്ടും എന്താ പറയുക, അതായിരിക്കും ആളുകൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതിപ്പോൾ ആ ഒരു പടത്തിൻ്റെ സിറ്റുവേഷനിൽ വരുമ്പോഴും ഇറ്റ്സ് ദ സെയിം. അദ്ദേഹം അവിടുന്ന് ഒരു എന്താ പറയുക, ആ രക്ഷപ്പെടാനുള്ളൊരു തത്രപ്പാടിലാണ് അവർ രണ്ടുപേരും അവിടെ. അപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ദുവ, ഒരു പ്രാർത്ഥന എന്നുള്ള രീതിയിലുള്ളൊരു പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. 3 മാസം മുൻപ് മാത്രം വിവാഹിതനായ തനിക്ക് ഭാര്യ പൂർണ്ണശ്രീക്ക് നൽകാനുള്ള ആദ്യ സമ്മാനമാണ് ആടുജീവിതത്തിലെ പാട്ടിന്റെ വിജയമെന്ന് പറയുന്ന ജിതിൻ രാജ്, ഗായികയായ പൂർണ്ണശ്രീ ജീവിതത്തിലേക്ക് വന്ന ശേഷം ഒട്ടേറെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതായും തുറന്നു പറയുന്നു. ബ്ലസ്സിയുടെ തന്നെ ഭ്രമരം എന്ന ചിത്രത്തിൽ അണ്ണാറക്കണ്ണ വാ എന്ന് തുടങ്ങുന്ന പാട്ടുൾപ്പെടെ ഏതാനും സിനിമകളിൽ പാടിയ പൂർണ്ണശ്രീ ഇപ്പോൾ ജോലിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിലും പാട്ടുവഴികളിൽ രണ്ടുപേരും ഒരുമിച്ചുള്ള യാത്ര തുടരുകയാണ്. ഡെഫിനറ്റ്ലി ഒരുപാട് സീരീസ് ഓഫ് ഗുഡ് ഇവൻറ്റ്സ് നടക്കുന്നുണ്ട് ആഫ്റ്റർ എന്താ പറയുക കല്യാണം കഴിഞ്ഞിട്ട്. സോ ഫുൾ ക്രെഡിറ്റ് ഞാൻ വൈഫിനാണ് കൊടുക്കുന്നത്, പൂർണ്ണശ്രീ. സോ പൂർണ്ണശ്രീ വന്നതിന് ശേഷം ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിലാവട്ടെ കരിയറിലാവട്ടെ ഒരുപാട് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ വലിയ സംഗീത പാരമ്പര്യം ഒന്നുമില്ലാത്ത കുടുംബത്തിൽ നിന്ന് സംഗീത ലോകത്തേക്ക് കടന്നുവരുന്ന ജിതിൻ രാജിന് മുത്തച്ഛന്റെയും അച്ഛന്റെയും താളവാദ്യവുമായി ബന്ധപ്പെട്ട ചില ഓർമ്മകൾ മാത്രമാണ് കൂട്ടിനുള്ളത്. മലപ്പുറത്ത് കൊണ്ടോട്ടിക്ക് അടുത്തായിട്ട് കുന്നുംപുറം എന്ന് പറയും. അതാണ് എൻ്റെ സ്വദേശം. അച്ഛൻ അവിടെയാണ് ജനിച്ച് വളർന്നത്. ഞാനും അവിടെ തന്നെയായിരുന്നു. പാരമ്പര്യം എന്ന് പറയാനാണെങ്കിൽ എൻ്റെ അച്ഛൻ ഈ ഉടുക്കെല്ലാം കൊട്ടി അയ്യപ്പൻ പാട്ടൊക്കെ പാടുന്ന ആളായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അച്ഛൻ ദാമോദരൻ നായർ എന്നാണ് പേര്. അപ്പോൾ അച്ഛൻ്റെ കൂടെ എൻ്റെ അച്ഛനും അത്യാവശ്യം ഇങ്ങനെ പരിപാടിക്കൊക്കെ പോകുമായിരുന്നു. അവരൊരിക്കലും ഈ മുംബൈയിലോ ഡൽഹിയിലോ എവിടെയോ പെർഫോം ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് എനിക്ക് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ആ ഒരു ഇതായിരിക്കാം. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലിങ്ങിരുന്നാലും അറിയണുണ്ടേ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലിങ്ങിരുന്നാലും അറിയണുണ്ടേ. മിണ്ടാമൺ തരിവാരിയെടുത്തതിൽ കണ്ടില്ല നിന്നനവ്. കണ്ടില്ല നിന്നനവ്. കൊച്ചോളങ്ങളിൽ നീന്തി തുടിച്ചെന്നെ തൊട്ടില്ല നിന്നനവ്. തൊട്ടില്ല നിന്നനവ്. പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം.
പെരിയോനേ റഹ്മാനേ പെരിയോനേ റഹീം. കുറച്ച് കാലമായിട്ട് ഒരു 9-10 വർഷമായി പാടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വന്നുകൊണ്ടായിരിക്കാം തമിഴ് അത്ര ബുദ്ധിമുട്ടായി തോന്നിയില്ല. പിന്നെ തെലുഗു, കന്നഡ നമുക്കവിടെ എന്താ പറയുക, ഈ വോയിസ് നോട്ട് അയക്കും ലിറിസിസ്റ്റുകൾ, അവർ അങ്ങനെ അതും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ മെയിൻ എന്താ ചാലഞ്ച് എന്ന് പറയുന്നത് ഹിന്ദിക്കാണ്. ഹിന്ദി നമ്മൾ ആ ഫ്ലേവർ കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അത് നമ്മൾ കേട്ട് റെക്കോർഡ് ചെയ്ത് തിരിച്ച് കേട്ട് കൺവിൻസ് ആവുന്ന വരെ അത് പാടുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സോ ഹിന്ദി മാത്രം കുറച്ചൊരു അതൊരു കുറച്ച് വർക്ക് ചെയ്യണം. അറബി ദിസ് വീക്കിന് ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറേബ്യൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.